നമസ്കാരം, ഞാൻ വിശാഖ് പാവുമ്പ. ഏവർക്കും വേണാട് ഹബിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു റുബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കളിപ്പാട്ടമാണ് റുബിക്സ് ക്യൂബ്. കാരണം റുബിക്സ് ക്യൂബ് വളരെ വേഗത്തിൽ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അന്നേരം വീഡിയോ അവസാനം വരെയും കാണുക, ഇത് ലാഗില്ലാതെ കാണുക. അന്നേരം ആദ്യമേ പറയട്ടെ, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിനോടൊപ്പമുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അന്നേരം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുന്നത് 6 മുഖങ്ങളിലെ 6 നിറങ്ങളിലെ ഏതെങ്കിലും ഒരു നിറം, ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ചെയ്യുന്നത് സെൻറ്ററിൽ വൈറ്റ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. സെൻറ്ററിൽ വൈറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. എങ്കിൽ വൈറ്റിന് നേരെ ഓപ്പോസിറ്റുള്ള നിറം യെല്ലോ ആണ്, മഞ്ഞയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ വെള്ളയ്ക്ക് 4 വശങ്ങളിലും ഈ 4 കളറും ഈ 4 ഞാൻ മഞ്ഞയാക്കുന്നു. അതാണ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. നോക്കാം, അതിന് ഇവിടെ ഒരു മഞ്ഞയുണ്ട്, അതായത് ഇവിടെ താഴെയായിട്ടൊരു മഞ്ഞയുണ്ട്. അതിനെ ഒരു റൗണ്ട് താഴോട്ട് തിരിക്കുമ്പോൾ അത് ഇവിടെ താഴെ എത്തുന്നു. ഇങ്ങനെ തിരിച്ചാൽ വെള്ളയുടെ നേരെ ഒരു മഞ്ഞ എത്തുന്നു. ശേഷം എല്ലായ്പ്പോഴും വെള്ളയ്ക്ക് 4 ചുറ്റിനും മഞ്ഞ എത്തിക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ്. അങ്ങനെ ചെയ്യുമ്പോൾ വെള്ളയുടെ അടുത്തൊരു വശത്ത് മഞ്ഞ എത്തുന്നു. വീണ്ടും നമ്മൾ ഒരു മഞ്ഞയെ അവിടെ എത്തിക്കുന്നതിനായിട്ട് ഈ മഞ്ഞ എത്തിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ വീഡിയോ പൗസ് ചെയ്ത് പതുക്കെ കാണുക. വീണ്ടും അന്നേരം നമ്മൾ നോക്കുമ്പോൾ വെള്ളയുടെ 3 വശങ്ങളിലും മഞ്ഞ വന്നിരിക്കുകയാണ്. എങ്കിൽ 4ാമത്തെ ഈ ഒരു ഭാഗത്ത് കൂടി മഞ്ഞ ക്യൂബ് വരണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ അതിന് തൊട്ട് താഴെയായിട്ട് ഒരു മഞ്ഞ കിടപ്പുണ്ട്. അതിനെ നമ്മൾ തിരിക്കുമ്പോൾ ആ വെള്ളയ്ക്ക് 4 ചുറ്റിനും മഞ്ഞ വന്നായിട്ട് കാണാൻ കഴിയും. വെള്ളയ്ക്ക് 4 ചുറ്റിനും മഞ്ഞ വന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ്. എന്നാൽ ഞാൻ എടുത്തിരിക്കുന്ന വെള്ളയാണ്. അതിന് ചുറ്റും 4 ചുറ്റിനും നേരെ ഓപ്പോസിറ്റുള്ള നിറമായ സെൻറ്റർ മഞ്ഞ, അത് 4 ചുറ്റിനും കൊണ്ടുവന്നു. ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അടുത്ത പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ മഞ്ഞയ്ക്ക് തൊട്ട് താഴെ 4 വശത്തും വന്നിരിക്കുന്ന മഞ്ഞയ്ക്ക് താഴെയുള്ള നിറങ്ങൾ നോക്കുക. താഴെയുള്ള നിറങ്ങൾ, അതായത് ഇതിന് തൊട്ട് താഴെയുള്ളത് ഓറഞ്ച് കളറാണ്. ഞാൻ ചെയ്യുന്ന പരിപാടി ഈ ഓറഞ്ചിനെ സെൻറ്ററിൽ ഓറഞ്ച് ഉള്ളിടത്ത് കൊണ്ടുവരിക. അതായത് ഒരു തവണ ഇങ്ങോട്ട് തിരിച്ചപ്പോൾ സെൻറ്ററിൽ ഓറഞ്ച് വന്നു. സെൻറ്ററിൽ ഓറഞ്ച് വന്നിട്ട് അതിനെ 2 തവണ തിരിച്ച് ആ മുകളിൽ മഞ്ഞയുള്ളതിനെ 2 തവണ തിരിച്ച് 2 തവണ വലത്തോട്ടോ അല്ലെങ്കിൽ ഇടത്തോട്ടോ തിരിച്ച് താഴെ എത്തിക്കുക. അതേപോലെ ബാക്കി 3 എണ്ണത്തിനെയും അങ്ങനെ തന്നെ ചെയ്യുക. അതായത് മഞ്ഞയ്ക്ക് തൊട്ട് താഴെ ചുവപ്പാണ് എങ്കിൽ ആ ചുവപ്പ് സെൻറ്ററിൽ കൊണ്ടുവരിക. ചുവപ്പ് സെൻറ്ററിനടുത്ത് കൊണ്ടുവരിക. ഇവിടെ നോക്കുമ്പോൾ ചുവപ്പ് സെൻറ്ററിലുണ്ട്. എന്നിട്ട് ഈ മഞ്ഞ ക്യൂബിനെ 2 തവണ തിരിക്കുക. 1 തവണ തിരിച്ചു, 1 തവണ തിരിച്ച് താഴെ എത്തിക്കുക. അടുത്ത ക്യൂബ് നോക്കുമ്പോൾ മഞ്ഞയ്ക്ക് തൊട്ട് താഴെ പച്ച നമുക്ക് തിരിക്കേണ്ട ആവശ്യമില്ല, കാര്യം പച്ച സെൻട്രലൈസ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് അതിനെ 2 തവണ തിരിച്ച് താഴെ എത്തിക്കുന്നു. 2 തവണ തിരിച്ച് താഴെ എത്തിച്ചു. വീണ്ടും ലാസ്റ്റ് ഒരു മഞ്ഞയോടെ നോക്കുമ്പോൾ മഞ്ഞയ്ക്ക് തൊട്ട് താഴെ ഈ നീല സെൻട്രലൈസ് ചെയ്യുക. സെൻട്രലൈസ് ചെയ്തതിനു ശേഷം 2 തവണ തിരിക്കുക, താഴെ എത്തിക്കുക. അപ്പോൾ താഴെ നമുക്ക് ഒരു പ്ലസ് സൈൻ കിട്ടും, മഞ്ഞയുടെ ഒരു പ്ലസ് സൈൻ കിട്ടും. ഇതാണ് നമ്മൾ ചെയ്ത സെക്കൻഡ് പ്രോസസ്സ്. അതായത് നമ്മൾ മഞ്ഞയെ വെള്ളയ്ക്കപ്പുറത്ത് 4 ചുറ്റും കൊണ്ടുവന്നിട്ട് സെൻട്രലൈസ് ചെയ്തതിന് ശേഷം വലത്തോട്ട് 2 തവണ തിരിച്ച് താഴെ എത്തിച്ചു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ്. ഇനി നോക്കുക, അടുത്തെന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ള കോർണറിൽ നമ്മൾ മഞ്ഞ ഫില്ല് ചെയ്യുക. അതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ്. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ മുകളിലത്തെ ലെയർ, അതായത് മഞ്ഞയ്ക്ക് നേരെ മുകളിലുള്ള ലെയർ നോക്കുക. ഈ ലെയറിലെ ഈ ഭാഗങ്ങളിൽ, ഞാൻ തൊട്ട് കാണിക്കുന്നുണ്ട്, ഈ ഭാഗങ്ങളിൽ മഞ്ഞ വരണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് ഈ ഭാഗങ്ങളിൽ കൃത്യമായിട്ട് മഞ്ഞ വന്നിരിക്കണം. എങ്കിൽ ആ ഭാഗത്തൊന്നും തന്നെ മഞ്ഞയില്ല. അതാക്കുന്നതിനായിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി, മുകളിൽ ഇവിടെ ഒരു മഞ്ഞയുണ്ട്, കാണാൻ കഴിയും. ഇവിടെ ഒരു മഞ്ഞയുണ്ട്. മുകളിൽ മഞ്ഞ വന്നിട്ട് കാര്യമില്ല, നമുക്ക് ഈ വശങ്ങളിൽ മഞ്ഞ വരണം. അതിനുവേണ്ടി ഈ മഞ്ഞയെ ഞാൻ 1 തവണ മുകളിലോട്ട് തിരിച്ചപ്പോൾ അത് ഈ വശത്ത് വന്നു. ഞാൻ അതിനെ വീണ്ടും 1 റൗണ്ട് തിരിച്ച് 2 റൗണ്ട് തിരിച്ചങ്ങ് മാറ്റി. ശേഷം പഴയതുപോലെ മഞ്ഞയെ താഴെ കൊണ്ടുവന്നു. ഇപ്പോൾ ഇവിടെ മഞ്ഞ വന്നിരിക്കുന്നു. അന്നേരം ഞാൻ പറഞ്ഞ ഈ ഫസ്റ്റ് ലെയറിൽ, അതായത് മുകളിലത്തെ ലെയറിൽ ഈ സൈഡിലായിട്ട് എനിക്ക് മഞ്ഞ കിട്ടി. എനിക്ക് അങ്ങനെയാണ് ലഭിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് താഴെ കോർണറിൽ മഞ്ഞ ഫില്ല് ചെയ്യാൻ കഴിയത്തുള്ളൂ. എങ്കിൽ ഈ മഞ്ഞയുടെ ഇടതുവശത്ത്, അതായത് ഈ മഞ്ഞയുടെ അടുത്ത സൈഡിൽ ഏതാ കളറാണെന്ന് നോക്കുക. ഞാൻ നോക്കുമ്പോൾ ചുവപ്പാണ്. എങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചുമപ്പ് സെന്റർ ഉള്ളിടത്ത്
ആ ക്യൂബ് കൊണ്ടുവരിക. അതായത് ചുവപ്പ് സെൻറ്ററുള്ള ഇവിടെ ആണ്. എന്നിട്ട് ചുവപ്പിനോട് നമ്മൾ മാച്ച് ചെയ്തു. അപ്പോൾ ആ ചുവപ്പിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ മഞ്ഞയുണ്ട്. നമ്മൾ അതിനെ ചെയ്യേണ്ട പരിപാടി, ആ മഞ്ഞ ക്യൂബ്, ആ മഞ്ഞ ഏത് വശത്താണോ ഉള്ളത് അതിനെ മുകളിലോട്ട് ഒരു ടേൺ ചെയ്യുക, ഒരു തവണ തിരിക്കുക. ശേഷം അതിനെ റൈറ്റ് തിരിക്കുക, ആ ക്യൂബ് താഴോട്ട് തന്നെ തിരിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു മഞ്ഞ കോർണറിൽ കയറിയിട്ടുണ്ട്. അതുപോലെ ബാക്കി ക്യൂബുകളും ചെയ്യുക. അടുത്ത ക്യൂബ് നോക്കുമ്പോൾ ഇവിടെ മുകളിലാണ് മഞ്ഞുള്ളത്. മുകളിൽ മഞ്ഞ ഉണ്ടായിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞു ഈ വശങ്ങളിൽ മഞ്ഞ വരണം. അതിനുവേണ്ടി ഞാൻ ഇതിനെ ഒരു റൗണ്ട് തിരിച്ച് ശേഷം ഇങ്ങോട്ട് തിരിക്കുമ്പോൾ മഞ്ഞ ഈ കോർണറിൽ വന്നു, അല്ലെങ്കിൽ ഈ ലെയറിൽ വന്നു. അതിനെ ഞാൻ 2 തവണ തിരിച്ച് മാറ്റുമ്പോൾ വീണ്ടും പഴയപടി മഞ്ഞയെ ഇവിടെ സെൻട്രൈസ് ചെയ്തതിന് ശേഷം ഇവിടെ വീണ്ടും എനിക്ക് ഈ ഫസ്റ്റ് ലെയറിൽ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ചെയ്യേണ്ട പരിപാടി, മഞ്ഞയ്ക്ക് തൊട്ട് വലതുവശത്തോ അല്ലെങ്കിൽ ഇടതുവശത്തോ, മുകളിലത്തെ നോക്കണ്ട, വലതിലോ ഇടതിലോ ഏത് കളറാണ് മാച്ച് ചെയ്യണം നോക്കുക. ഇവിടെ ഓറഞ്ചാണ്, എന്നിട്ട് ഓറഞ്ചുമായിട്ട് മാച്ച് ചെയ്യുക. സെൻട്രൽ കൊണ്ടുവന്നിച്ച് ഓറഞ്ചുമായിട്ട് മാച്ച് ചെയ്യുക. നോക്കുക, ഓറഞ്ചുമായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തെ വശത്താണ് മഞ്ഞയുള്ളത്. മഞ്ഞയുള്ള വശം ഏതോ അത് ഒരു റൗണ്ട് മുകളിലോട്ട് ടേൺ ചെയ്ത് അതിനെ വീണ്ടും ആ മഞ്ഞയെ, നമുക്കിവിടെയുള്ള മഞ്ഞയെ ഇതിനോടൊപ്പം എത്തിച്ചതിന് ശേഷം അത് വീണ്ടും തിരിച്ച് താഴോട്ട് ടേൺ ചെയ്യുക. അപ്പോൾ ഒരു മഞ്ഞയും കൂടെ നമുക്ക് കോർണറിൽ കയറിയായിട്ട് കാണാൻ കഴിയും. ഇനിയുള്ളത് ഒരു മഞ്ഞയോടെ നമുക്ക് കോർണറിൽ കയറ്റിയാൽ മതി. അതിന് വീണ്ടും മുകളിലാണ് മഞ്ഞ നിൽക്കുന്നത്. അതുകൊണ്ട് മുകളിൽ മഞ്ഞയുള്ളതുകൊണ്ട് നമുക്ക് ഈ വശത്ത് കൊണ്ടുവരാൻ വേണ്ടി ഒരു റൗണ്ട് തിരിച്ചപ്പോൾ എനിക്ക് മുകളിലത്തെ ലെയർ ഇവിടെ കിട്ടി. അതിനെ ഞാൻ ഒരു 2 or 3 തവണ തിരിച്ച് അങ്ങ് മാറ്റി വീണ്ടും ഈ മഞ്ഞയെ താഴെ എത്തിച്ചതിന് ശേഷം അപ്പോൾ എനിക്ക് കിട്ടിയ മഞ്ഞ നോക്കുക. ഈ മഞ്ഞയെ വീണ്ടും നമ്മൾ നേരത്തെ എന്ത് ചെയ്തോ അത് തന്നെ ചെയ്യുക. അതായത് മഞ്ഞയ്ക്ക് ഇപ്പുറത്തുള്ള കളർ ഓറഞ്ചുമായിട്ട് സെൻട്രലൈസ് ചെയ്തു. മഞ്ഞയുള്ള ഭാഗം ഒരു തവണ ഉയർത്തി മഞ്ഞയെ ഈ മഞ്ഞയോടൊപ്പം എത്തിക്കുമ്പോൾ ഇങ്ങോട്ട് തിരിക്കുക. ശേഷം ഈ മഞ്ഞ പഴയതുപോലെ താഴോട്ട് തിരിക്കുക. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും താഴത്തെ മൊത്തവും മഞ്ഞ യെല്ലോ നിറഞ്ഞിരിക്കുകയാണ്. യെല്ലോ ഫില്ല് ചെയ്തിരിക്കുകയാണ്. എല്ലാ കോർണറും എല്ലാ സെൻറ്ററിലും എല്ലാം മഞ്ഞ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഏറ്റവും താഴത്തെ ലെയറും കംപ്ലീറ്റ് ആക്കിയതായിട്ട് കാണാൻ കഴിയും. ഏറ്റവും താഴത്തെ ലെയറും കംപ്ലീറ്റഡ് ആണ്. അന്നേരം ഇത്രയും ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ്. അന്നേരം ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലായെങ്കിൽ ഉദാഹരണം അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ താഴത്തെ ലെയർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. താഴത്തെ ലെയർ സെറ്റ് ചെയ്തെങ്കിൽ അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് നമ്മൾ സെക്കൻഡ് ലെയർ, അതായത് ഈ നടുക്കുള്ള ഈ ലെയറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിക്കാം. നോക്കുക, ഏറ്റവും മുകളിലുള്ള വൈറ്റ് വരാത്ത ക്യൂബുകൾ എടുക്കുക. ചെറിയ ക്യൂബുകൾ എടുക്കുക, വൈറ്റ് വരാത്ത ക്യൂബുകൾ. അതാണ് ഇവിടെ വൈറ്റ് ഉണ്ട്, ഇത് വൈറ്റ് ഉണ്ട്. സെൻട്രലിലെ ക്യൂബുകൾ മാത്രം നോക്കിയാൽ മതി. 1, 2, 3, 4 ഈ 4 ക്യൂബുകളിൽ വൈറ്റ് വരാത്ത ക്യൂബുകൾ എടുക്കുക. ഇവിടെ വൈറ്റ് ഉണ്ട്, എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ വൈറ്റ് ഇല്ല, എടുക്കാം. ഇവിടെ വൈറ്റ് ഉണ്ട്, എടുക്കാൻ പറ്റത്തില്ല. അന്നേരം വൈറ്റ് വരാത്ത ക്യൂബ് എടുക്കുക. ഞാൻ ഈ ക്യൂബ് എടുത്തു. ഇതിനകത്തിൽ താഴത്തെ നിറം പച്ചയാണ്. താഴെ പച്ചയുമായിട്ട് കൊണ്ട് മാച്ച് ചെയ്യിപ്പിക്കുക. അതായത് മാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെൻട്രൽ കൊണ്ടുവെക്കുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, മാച്ച് ചെയ്യുക. അന്നേരം താഴെ പച്ചയുമായിട്ട് മാച്ച് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട പരിപാടി, ഈ മുകളിലുള്ള ക്യൂബിന്റെ നിറം നോക്കുക. മുകളിലുള്ള ക്യൂബിന്റെ നിറം ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ച് ഏത് സൈഡിലാണ് നോക്കി, ഇവിടാണ് ഓറഞ്ച്. നമ്മൾ ചെയ്യേണ്ടത് ഓറഞ്ചിനോട് എല്ലായ്പ്പോഴും പച്ച മാച്ച് ചെയ്തതിന് ശേഷം മുകളിലുള്ള നിറം നോക്കുക, ഓറഞ്ചിന്റെ എതിർ സൈഡിലേക്ക് ആ മുകളിലത്തെ ലെയർ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. അതായത് പച്ചയ്ക്ക് മാച്ച് ചെയ്തിട്ട് മുകളിൽ ഓറഞ്ച് എവിടാണോ അതിന്റെ ഓപ്പോസിറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. അതായത് റൈറ്റിലോട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഓറഞ്ചിന്റെ, അതായത് നേരത്തെ ഓറഞ്ചാണ് നമ്മുടെ മുകളിൽ എടുത്ത നിറം, അതിനെ ഒരു തവണ, ഓറഞ്ച് ഇടതുവശത്താണ്, അതിനെ ഒരു തവണ മുകളിലോട്ട് ഉയർത്തി ഇവിടെയുള്ള ഒരു മഞ്ഞ വന്നു. അതിനെ വലത്തോട്ട് തിരിച്ച് ശേഷം വീണ്ടും ഇല്ല മഞ്ഞ പഴയപോലെ താഴോട്ടങ്ങ് തിരിക്കുന്നു. അപ്പോൾ നമ്മൾ കാണാൻ കഴിയും നമ്മൾ ഒരു മഞ്ഞ പോയി, നമ്മൾ ആദ്യം ചെയ്ത പോലെ മഞ്ഞ ഒരു ട്യൂബ് പോയി കിടക്കുകയാണ്. ഇത് വീണ്ടും നമ്മൾ ഈ മൂലയിൽ എത്തിക്കണം. ഈ മൂലയിൽ എത്തിക്കാൻ നമ്മൾ പഴയ സ്റ്റെപ്പ് തന്നെ ചെയ്യുക. അതായത് ഈ മഞ്ഞയുടെ ഇപ്പുറത്തുള്ള നിറം ഓറഞ്ചാണ്, മാച്ച് ചെയ്യിപ്പിക്കുമ്പോൾ ഇങ്ങനെ വരുന്നു. ശേഷം ആ മഞ്ഞ ഉള്ള ക്യൂബിന്റെ സൈഡ് ഒരു വശം ഉയർത്തുക. ശേഷം വലത്തോട്ട് തിരിക്കുമ്പോൾ ഈ മഞ്ഞോടൊപ്പം എത്തി താഴോട്ട് തിരിച്ച് പഴയ രൂപത്തിലാക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് കാണാൻ കഴിയും മഞ്ഞ ഇവിടെ മൊത്തം സെറ്റായി. അതുപോലെ നമ്മൾ വീണ്ടും അതേ സ്റ്റെപ്പ് ആവർത്തിക്കുക. മുകളിൽ വെള്ളയില്ലാത്ത ക്യൂബ് എടുത്ത് വീണ്ടും ഞാൻ വെള്ളയില്ലാത്തൊരു ക്യൂബ് എടുക്കുമ്പോൾ ഇവിടെ നീലയും ഓറഞ്ചൂടെ മാച്ച് ചെയ്യുന്ന ക്യൂബാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ ഓറഞ്ചുമായിട്ട് ഞാൻ കൊണ്ട് മാച്ച് ചെയ്യിപ്പിച്ച് ശേഷം മുകളിലുള്ള നിറം നീലയാണ്. നീല ഇടതുവശത്തുണ്ട്, പക്ഷെ ഞാനിത് തിരിക്കുന്നത് വലതുവശത്തേക്ക് തിരിക്കുന്നു. എന്നിട്ട് നീലയുടെ ഭാഗം ഒരു വശം മുകളിലോട്ട് തിരിക്കുന്നു. എന്നിട്ട് ഈ ഒരു മഞ്ഞ അങ്ങ് കളയുന്നു.
വീണ്ടും ഇത് താഴോട്ട് തിരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാൻ കഴിയും താഴെ ഒരു മഞ്ഞ പോയിരിക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ആ മഞ്ഞയെ പഴയ രൂപത്തിലാക്കാൻ വേണ്ടി ആദ്യം ചെയ്ത പ്രോസസ്സ് ചെയ്യുക. അതായത് മഞ്ഞയുടെ ഇടതുവശത്തുള്ള നിറം നീല, നീലയുമായിട്ട് മാച്ച് ചെയ്യിപ്പിച്ച് മുകളിലോട്ട് ഉയർത്തി മഞ്ഞ ഇവിടെ വന്നു. അതിനെ ഈ മഞ്ഞയോടൊപ്പം എത്തിച്ചതിന് ശേഷം താഴോട്ട് ഒരു റൗണ്ട് തിരിക്കുക. അപ്പോൾ വീണ്ടും താഴെ മഞ്ഞ പൂർണ്ണ രൂപത്തിലായിരിക്കുകയാണ്. വീണ്ടും ഇതേ സ്റ്റെപ്പ് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. വീണ്ടും മുകളിൽ വെള്ള ഇല്ലാത്ത ക്യൂബുകൾ എടുക്കണം. ഇവിടെ വെള്ളയുണ്ട്, ഇവിടെയും വെള്ളയുണ്ട്, ഇവിടെയും വെള്ളയുണ്ട്. എന്നാൽ ഇവിടെ വെള്ളയില്ലാത്ത ക്യൂബ് എടുക്കാവുള്ളൂ. അന്നേരം വെള്ളയില്ലാത്ത ക്യൂബ് ഇവിടെ ചുവപ്പാണ്. ചുവപ്പ് കൃത്യം സെൻട്രലൈസ് ചെയ്തതിനു ശേഷം അതിന്റെ മുകളിലത്തെ നിറം പച്ചയാണ്. പച്ച ഇടതുവശത്തുണ്ട്, പക്ഷെ ഞാൻ തിരിക്കേണ്ടത് വലതുവശത്തോട്ട്. കാര്യം ഏത് നിറമാണോ മുകളിലുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടേ തിരിക്കാവുള്ളൂ. വലത്തോട്ട് തിരിച്ചു ശേഷം പച്ചയുടെ ഭാഗം ഒരു തവണ മുകളിലേക്ക് ഉയർത്തി. അപ്പോൾ മുകളിൽ വരുന്ന മഞ്ഞയെ ഞാൻ നീക്കം ചെയ്യുന്നു. വീണ്ടും ഇത് താഴോട്ട് കറക്കുന്നു. അപ്പോൾ വീണ്ടും കാണാൻ കഴിയും താഴെ ഒരു മഞ്ഞ പോയിട്ടുണ്ട്. ആ മഞ്ഞയെ വീണ്ടും നമ്മൾ പഴയ രൂപത്തിലാക്കാൻ ആദ്യത്തെ പ്രോസസ്സ് ഓർക്കുക. അതായത് മഞ്ഞയ്ക്ക് ഇടതുവശമുള്ളത് പച്ച. ആ പച്ചയെ ഞാൻ പച്ചയുമായിട്ട് മാച്ച് ചെയ്യുന്നു. എന്നിട്ട് മുകളിലോട്ട് ഉയർത്തുന്നു, വലത്തോട്ട് തിരിച്ച് മഞ്ഞ താഴെ എത്തിക്കുന്നു. അപ്പോൾ വീണ്ടും മഞ്ഞ പഴയ രൂപത്തിലായി. വീണ്ടും നമ്മൾ ഒരു തവണയും കൂടി ഈ പ്രോസസ്സ് ചെയ്യേണ്ടി വരും. നോക്കാം, വെള്ളയില്ലാത്ത ക്യൂബ് നീലയും ചുവപ്പും. നീലയ്ക്ക് നേരെ കൊണ്ട് സെൻട്രലൈസ് ചെയ്തു. ചുവപ്പ് ഈ വശത്താണ്, എന്നാൽ ചുവപ്പിന് എതിർവശത്തോട്ട് മുകളിലത്തെ ലെയർ തിരിക്കുന്നു. ചുവപ്പ് ഉയർത്തുന്നു, ഈ മഞ്ഞ കളയുന്നു, ശേഷം തിരിച്ച് കറക്കുന്നു. വീണ്ടും ഒരു മഞ്ഞ പോയിട്ടുണ്ട്. ആ മഞ്ഞയെ തിരിച്ചിവിടെ കയറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും ചുവപ്പ്, മഞ്ഞയുടെ ഇപ്പുറത്തുള്ള നിറം ചുവപ്പായിരുന്നു, ആ ചുവപ്പായിട്ട് കൊണ്ട് മാച്ച് ചെയ്തു. വീണ്ടും നമ്മൾ ഒരു തവണ ഉയർത്തി മഞ്ഞയെ റൈറ്റിലോട്ട് തിരിച്ച് ഇതാണ്ട് കൊണ്ടുവരുമ്പോൾ താഴെ വീണ്ടും നമുക്ക് കാണാൻ കഴിയും മഞ്ഞ ഫില്ലായിട്ടുണ്ട്. മാത്രവുമല്ല, നമ്മൾ ഉദ്ദേശിച്ച രണ്ടാമത്തെ ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ലെയർ മാത്രമായിരുന്നു നേരത്തെ കംപ്ലീറ്റ് പറഞ്ഞത്. ഇപ്പോൾ 2 ലെയറുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാരണം ഇത്രയും പറഞ്ഞത് കൃത്യമായി കാണും എങ്കിൽ നമ്മൾ മൂന്നാമത്തെ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ല കുറച്ച് കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് ആദ്യം ചെയ്ത് ശീലിക്കുക. ശേഷം ഈ മൂന്നാമത്തെ പ്രോസസ്സ് ചെയ്യുക. മൂന്നാമത്തെ പ്രോസസ്സാണ് അല്പം ബുദ്ധിമുട്ടേറിയത്. ഒന്നുമില്ല, നമ്മൾ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിരിക്കും. 2 ലെയറും സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഏറ്റവും ടോപ്പിലെ ലെയറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യുന്നതിന് 1-2 കുഞ്ഞു അൽഗോരിതംസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത് വീഡിയോടൊപ്പം കാണിക്കുന്നതാണ്. ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിൽ ദാണ്ട് ഇങ്ങനൊരു പാറ്റേൺ കിട്ടും. അതായത് വൈറ്റ്, ഏറ്റവും മുകളിലായിട്ട് വൈറ്റ് ഇങ്ങനൊരു എൽ ഷേപ്പ് കിട്ടും. എല്ല് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിച്ചെഴുതിയേക്കുന്ന രീതിയിൽ ഒരു എൽ ഷേപ്പ് കിട്ടുന്നു. അത് ഞാൻ എൻ്റെ നേർക്ക് പിടിക്കുന്നു. അതായത് ഞാൻ എൻ്റെ നേർക്ക് പിടിച്ചതിന് ശേഷം ചെയ്യേണ്ട അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ഫ്രണ്ട്. അതായത് എഫ് എന്ന് പറഞ്ഞാൽ റൈറ്റിലോട്ട് തിരിക്കുക. എഫ് ശേഷം ആർ എന്ന് പറഞ്ഞാൽ റൈറ്റിലെ ആറ് ചെയ്ത ഒന്നുകൂടെ പറയുന്നു. ആദ്യം ഈ എല്ല് നമ്മൾ നമ്മുടെ ലെഫ്റ്റിലോട്ട് വരുന്ന രീതിയിൽ പിടിക്കുക. നമ്മുടെ ഫ്രണ്ട് സമവാക്യം എഫ് ആർ യു എന്ന് പറഞ്ഞാൽ അപ്പ്, യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ്, ഇതാണ് സമവാക്യം. അതായത് അപ്പോൾ നമുക്ക് മുകളിൽ ഒരു മൈനസ് സൈൻ കിട്ടുന്നു. മൈനസ് സൈൻ അത് വീണ്ടും നമ്മുടെ നേർക്ക് തന്നെ പിടിച്ചിട്ട് ആ സമവാക്യം വീണ്ടും ആവർത്തിക്കുക. അതായത് എഫ് ആർ യു ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ തിരിച്ചു കറക്കുക, ആന്റി ക്ലോക്ക് വൈസ്. ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് തിരിച്ചു കറക്കുന്നു. ആന്റി ക്ലോക്ക് വൈസ് കറക്കുന്നതിന് നമ്മൾ എഫ് ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ മുകളിൽ നമുക്ക് ഒരു 4 ഒരു പ്ലസ് സൈൻ കിട്ടുന്നു. വൈറ്റിന്റെ ഒരു പ്ലസ് സൈൻ കിട്ടുന്നു. ഇത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ അൽഗോരിതം ചെയ്തത് തന്നെ. ഫസ്റ്റ് അൽഗോരിതമാണ് എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ്. അത് നമ്മൾ ഈ പ്ലസ് വരുന്നത് വരെയും ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മുകളിൽ പ്ലസ് കിട്ടിക്കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇവിടെ സെൻട്രലൈസ് ചെയ്യുക. അതായത് ഞാൻ ഇതിനെ കൊണ്ടൊന്ന് സെൻട്രലൈസ് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ സെൻട്രലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കിയൊന്നും അങ്ങനെ സെൻട്രലൈസ് ചെയ്തിട്ടില്ല. ഞാൻ മറ്റ് പല രീതിയിലും തിരിച്ചു നോക്കുമ്പോൾ പച്ചയും ചുവപ്പും 2 എണ്ണം സെൻട്രലൈസ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട 2 സെൻട്രലൈസ് ചെയ്തിട്ടുള്ള കളറുകൾ. ഞാൻ ചെയ്യുന്ന പരിപാടി ഈ സെൻട്രലൈസ് ചെയ്ത 2 നിറങ്ങളെയും ഒരെണ്ണത്തിനെ എൻ്റെ വലതുവശത്തും മറ്റൊരെണ്ണത്തിനെ എൻ്റെ പിറകുവശത്തും, എൻ്റെ പിറകിലുമായിട്ട് പിടിക്കുക. അതായത് ഒന്ന് വലതുവശത്തും ഒന്ന് പിറകിലും. എന്നിട്ട് നെക്സ്റ്റ് അൽഗോരിതം, അതായത് ബാക്കി 4 എല്ലാം സെൻട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. എല്ലാം മാച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്.
ഒന്ന് വലതുവശത്തും ഒന്ന് താഴെയുമായിട്ട് പിടിക്കുക. അൽഗോരിതമാണ് ആർ യു ആർ ഡാഷ് യു ആർ യു യു ആർ ഡാഷ്. സമവാക്യം അങ്ങനെ ചെയ്തപ്പം വീണ്ടും ഞാൻ ഇതിനെ ഒന്ന് മാച്ച് ചെയ്ത് വെച്ച് നോക്കുക. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഓറഞ്ചാണ്. ഓറഞ്ചിനൊന്ന് മാച്ച് ചെയ്യുമ്പോൾ ഓറഞ്ച് മാച്ച് ചെയ്തു, പച്ച മാച്ച് ചെയ്തു, ചുവപ്പും നീല എല്ലാം മാച്ച് ചെയ്തിട്ടുണ്ട്. സമവാക്യം ഒന്നുകൂടെ പറയുന്നു, അൽഗോരിതം ഒന്നുകൂടെ പറയുന്നു. ആർ യു ആർ ഡാഷ് യു ആർ യു യു ആർ ഡാഷ്. ഇതാണ് അൽഗോരിതം. അപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇത് വീണ്ടും ഒന്ന് ബാക്ക് അടിച്ച് കാണുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ 4 കളറും 4 വശവും മാച്ച് ചെയ്തിരിക്കുകയാണ്. അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 4 കോർണേഴ്സ് ആണ് നമുക്ക് മാച്ച് ചെയ്യേണ്ടത്. അതായത് 4 കോർണേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ചെയ്യേണ്ട പ്രോസസ്സ്, ഇവിടെ വൈറ്റ് ഉണ്ട്, ഇവിടെ ഗ്രീൻ ഉണ്ട്, ഇവിടെ റെഡ് ഉണ്ട്. അത് മൂന്നൂടെ വരുന്ന ഒരു ക്യൂബ് ആയിരിക്കണം ഇത്. എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ വൈറ്റ് ഓക്കെ, വൈറ്റ് ശരിയാണ്, വൈറ്റ് ഉണ്ട്, ഇവിടെ വൈറ്റ് ഉണ്ട്, ഇവിടെ റെഡ് ഉണ്ട്, ഇവിടെ റെഡ് ഉണ്ട്. പക്ഷേ ഇവിടെ ഗ്രീൻ അല്ല നമുക്ക് വന്നിരിക്കുന്നത്. കാരണം ഗ്രീൻ ആയിരുന്നെങ്കിൽ ഇത് നമുക്ക് മാച്ച് ചെയ്തെന്ന് പറയാം. അത് പക്ഷേ ഇങ്ങനെ നേരെ ഇവിടെ തന്നെ വൈറ്റ് വരണമെന്നില്ല. അല്ലാതെങ്കിൽ തന്നെയും ഇവിടെ ഈ 3 നിറങ്ങൾ ഈ ക്യൂബിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് മാച്ച് ആയിരുന്നു. പക്ഷേ ഈ 3 നിറങ്ങളല്ല ഇവിടെ ഉള്ളത്. അടുത്ത് നോക്കുമ്പോൾ വെള്ളയും ചുവപ്പും നീലയും കൂടെ വരുന്ന ഒരു ക്യൂബ് ആയിരിക്കണം ഇത്. അതല്ലിത്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാൻ കഴിയില്ല. അടുത്ത് നോക്കുമ്പോൾ ബ്ലൂ, വൈറ്റ്, ഓറഞ്ച് ഇത് 3 വരുന്ന ക്യൂബാണോ ഇവിടെ നോക്കുക. ആണ്. അപ്പോൾ ഇത് നമുക്ക് മാച്ചായെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ക്യൂബെങ്കിലും മാച്ചായെന്ന് നോക്കുക. അങ്ങനെ മാച്ചായിട്ടുള്ള ക്യൂബ് ഉണ്ടെങ്കിൽ അതിനെ നമ്മുടെ വലതുവശത്തായിട്ട് പിടിക്കുക. അതിനെ വലതുവശത്തായിട്ട് പിടിച്ചതിന് ശേഷം ഒന്നും തന്നെ മാച്ചായിട്ടില്ല. ചിലവർക്ക് ചെയ്യുമ്പോൾ ഒരെണ്ണം പോലും മാച്ചായെന്ന് വരത്തില്ല. മാച്ചായി ഇല്ലെങ്കിലും കുഴപ്പമില്ല. മാച്ചായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ കുറച്ച് ചെയ്താൽ മതി, വേറെ കാര്യമൊന്നുമില്ല. മാച്ചായ ക്യൂബ് നമ്മുടെ വലതുവശത്ത് പിടിക്കുക. വലതുവശത്ത് പിടിച്ചതിന് ശേഷം അടുത്ത നെക്സ്റ്റ് അൽഗോരിതം ചെയ്യുക. യു ആർ യു ഡാഷ് എൽ ലെഫ്റ്റ്, എൽ യു ആർ ഡാഷ് യു ഡാഷ് എൽ ഡാഷ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തപ്പോൾ തന്നെ ഇവിടെ മാച്ച് ചെയ്തിരിക്കുകയാണ്. മുകളിൽ മൊത്തം മാച്ച് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ചിലപ്പോൾ 1-2 സ്റ്റെപ്പ് അധികം ചെയ്യേണ്ടി വരും. അന്നേരം ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്കിത് മാച്ച് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാ കളറും ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സാധനം എല്ലാം മാച്ച് ചെയ്തിരിക്കുകയാണ്. ക്യൂബ് വളരെ വേഗത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിഞ്ഞു. ഇതിന്റെ കൂടുതൽ വീഡിയോകൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.